ഒരു ശക്തിപ്രകടനം എന്ന നിലയ്ക്ക് തന്നെയാണ് മുന്നണികളിൽ ഇന്ന് നിലമ്പൂരിലെ കൊട്ടിക്കലാശത്തെ കണ്ടതൊക്കെ. നിങ്ങൾക്ക് അതിൽ വലിയ തോതിൽ ജനപങ്കാളിത്തവും ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ മത്സരിക്കണമോ വേണ്ടയോ എന്നൊക്കെ സംശയിച്ചു നിന്നത് വലിയ വിവാദമൊക്കെ ആയിരുന്നു. കൊട്ടിക്കലാശം നൽകുന്ന ആത്മവിശ്വാസം എത്രയാണ്? തീർച്ചയായിട്ടും BJP ശക്തമായ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ചെലുത്തും എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഉറച്ച വിശ്വാസം. കഴിഞ്ഞ 21 ദിവസങ്ങൾ കൊണ്ട് നീണ്ടുനിന്ന ആ ക്യാമ്പയിനിങ്ങിലൂടെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാനും അവരോട് ഞങ്ങളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുവാനും പുതിയ മേഖലകളിലേക്ക് തീർച്ചയായിട്ടും കടന്നു ചെല്ലുവാനും വേണ്ടി BJPക്ക് സാധിച്ചിട്ടുണ്ട്. രണ്ട് മുന്നണികളും കാലാകാലങ്ങളായി നിലമ്പൂരിൽ അനുവർത്തിച്ചു വന്നിട്ടുള്ള രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷമായിട്ട് നിലമ്പൂരിൽ നടന്നിരുന്ന നിരുത്തരവാദപരമായിട്ടുള്ളൊരു പൊളിറ്റിക്സ്, ആ പൊളിറ്റിക്സിൻ്റെ റിസൾട്ടായിട്ടാണല്ലോ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം പോയിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യം എന്തുകൊണ്ടുണ്ടായി, അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ കൃത്യമായിട്ട് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സാധിച്ചു. മലയോര കർഷക മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവരോട് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അവരുടെ ഇടയിൽ നിന്നുള്ള ഒരാളെ തന്നെ നമുക്ക് സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചു. തീർച്ചയായിട്ടും അവരുടെ കൂടി രാഷ്ട്രീയം അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 23-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ അത് വലിയ ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ വച്ചു പുലർത്തുന്നത്. ശരി.